ഇത്തവണയെങ്കിലും വിരാട് കോഹ്ലി കപ്പ് നേടണമെന്നാണ് ആഗ്രഹമെന്ന് ആത്മാർത്ഥയായി പറയുന്നു. പക്ഷേ ഞാനൊരു RCB ഫാൻ ഒന്നുമല്ല. പക്ഷേ വിരാട് കോഹ്ലി അദ്ദേഹത്തിന് ഈ കപ്പ് കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, കഴിയുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് സീക്ക് സ്പോർട്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ഇംഗ്ലീഷ് കളിക്കാരുടെ, അതായത് RCB ലേലത്തിൽ പിടിച്ച ഇംഗ്ലീഷ് കളിക്കാരുടെ പേര് വിവരവും അവർ ലേലത്തിൽ പിടിച്ച തുകയും പറയാം. ആവശ്യമുണ്ട്. ഏകദേശം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും. IPL 2024 ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ, അതായത് നമ്മുടെ KKRന് വേണ്ടി കളിച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർ ഫിൽ സാൾട്ട്, ഇംഗ്ലണ്ടിന്റെ ഫിൽ സാൾട്ടിനാണ് ഏറ്റവും കൂടുതൽ തുക മുടക്കി RCB വാങ്ങിയത്. 11.5 കോടി രൂപയ്ക്ക് RCB സാൾട്ടിനെ വാങ്ങി. മെഗാ താരലേലത്തിൽ ലിയാൻ ലിവിങ്സ്റ്റൺ 8.75 കോടി രൂപയ്ക്കും ജേക്കബ് ബദലിന് 2.6 കോടി രൂപയ്ക്കും വാങ്ങി. പക്ഷേ ഇത്തവണ RCBക്ക് ഈ IPL രക്ഷയുണ്ടാകില്ല. വിരാട് കോഹ്ലി ഫാൻസും മറ്റെല്ലാവരും ക്ഷമിക്കണം. കാരണം വിരാടിന് കപ്പ് ഈ പ്രാവശ്യമെങ്കിലും നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. മാർച്ച് 22-ാം തീയതി, അതായത് ഇന്നാണ്, ശനിയാഴ്ച, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന്റെ ആദ്യ മത്സരം സീസണിലെ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18-ാം സീസണിലേക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു വളരെ പ്രതീക്ഷയോടുകൂടിയാണ് പ്രവേശിക്കുന്നത്. 3 IPL ഫൈനലുകൾ കളിച്ചു. 2009 ഡെക്കാൻ ചാർജേഴ്സിനെതിരെ, 2011 ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ, 2016 സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ. 3 ഫൈനലും തോറ്റു. ഇത്തവണയെങ്കിലും കിരീടം നേടാൻ കോഹ്ലിക്കും സംഘത്തിനും കഴിയുമോ? കിരീടദാഹത്തിന് അറുതി വരുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും RCBയും കോഹ്ലിയുമെല്ലാം. എന്നാൽ ഈ പ്രതീക്ഷകളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഓസീസ് ഇതിഹാസ വിക്കറ്റ് കീപ്പർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ആദം ഗിൽക്രിസ്റ്റ്, മുൻ IPL ജേതാവുമാണ് അദ്ദേഹം. RCB 2025 അവസാന സ്ഥാനത്തെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആദ്യ സ്ഥാനത്ത്, 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ഒന്നുമല്ല, ഈ സീസണിലെ ഏറ്റവും മോശം ടീം RCB ആയിരിക്കുമെന്നും അവർ അവസാനത്തെ സ്ഥാനത്തായിരിക്കും എത്തുകയെന്നുമാണ് ഗിൽക്രിസ്റ്റ് പറയുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, RCB ടീമിൽ കൂടുതൽ ഇംഗ്ലീഷുകാരാണ്. IPL ഇവർ ക്ലച്ച് പിടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതാണ് ഗിൽക്രിസ്റ്റ് വ്യക്തമാക്കുന്നത്. അതാണ് ഞാൻ ഫിൽ സാൾട്ടിൻ്റെയും ജേക്കബ് ബദലിൻ്റെയും ലിയാൻ ലിവിങ്സ്റ്റൻ്റെയൊക്കെ കാര്യം പറഞ്ഞത്. വിരാടിനെതിരെയോ അവരുടെ ആരാധകർക്കെതിരെയോ അല്ല താൻ പറയുന്നതെന്നും റിക്രൂട്ടിംഗ് പ്രോസസ്സിൽ കാര്യമായ പിഴവുകൾ വന്നിട്ടുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും ഗിൽക്രിസ്റ്റ് കൂട്ടിച്ചേർത്തു. 2009 IPL ഡെക്കാൻ ചാർജേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ച ഗിൽക്രിസ്റ്റ് IPL ഫൈനലിൽ RCBയെ പരാജയപ്പെടുത്തിയ ആദ്യ ക്യാപ്റ്റനായിരുന്നു. 2025 IPL മെഗാ താരലേലത്തിൽ RCB ഇംഗ്ലീഷ് കളിക്കാരിൽ വലിയ തുക നിക്ഷേപിച്ചിരുന്നു. RCBയുടെ ടീമിൽ 3 ഇംഗ്ലീഷ് താരങ്ങളുണ്ട്. എല്ലാവർക്കും പ്ലേയിങ് ലെവലിൽ സ്ഥാനം നേടാനുള്ള സാധ്യതയുമുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷ് കളിക്കാരെ എടുത്ത റിക്രൂട്ടിംഗ് പ്രോസസ്സ് ശരിയല്ല എന്ന് തന്നെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഇവരുടെ ഫിൽ സാൾട്ടിൻ്റെയും ലിയാൻ ലിവിങ്സ്റ്റൻ്റെയും ജേക്കബ് ബദലിനേക്ക് എടുത്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്.